ഒന്ന്, ഇതുപോലുള്ള നൂറുകണക്കിന് ഉത്തരവുകൾ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പെർമിസീവ്, ഇവർ പറയുന്ന പോലെ ഇതിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡിസിഷനായിട്ടൊന്നുമില്ലല്ലോ, പെർമിസീവ് സാങ്ഷനാണ്. പഞ്ചായത്ത് എന്ന് പറയുന്ന സ്വയംഭരണ സ്ഥാപനത്തിന് സ്വന്തമായി ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇവർ ലീഗിൻ്റെ സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്നത് അവരുടെ തനത് ഫണ്ടിൽ നിന്ന് മാത്രമല്ല, അവർ കൊടുത്തിരിക്കുന്നത് ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നും കൂടി പണം എടുക്കാന്നാണ്. കണ്ണൂർ പോലൊരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം അങ്ങനെ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പഞ്ചായത്തുകളെ അങ്ങനെ വില കുറച്ച് കാണരുത്. വില കുറച്ച് കാണില്ല. ഒരു നിലപാടെടുത്താൽ അതിന് വിരുദ്ധമായ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ഞങ്ങളാണല്ലോ, നിയമപരമായ തീരുമാനമല്ലേ എടുക്കാൻ പറ്റൂ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് അത് നിയമവിധേയമല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ അതിന് അധികാരമുണ്ടോ? നിയമവിധമല്ലാതെ കാര്യങ്ങൾ ചെയ്യുമോ? അപ്പൊ ഇതെല്ലാം നിയമവിധേയ സ്ഥാപനമാണ്. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. സെമിനാറിന് പിരിച്ചു പറയുന്ന കണക്കാണെങ്കിൽ ശ്രീ എം പ്രകാശൻ 37 ലക്ഷം രൂപയാണ്. ഈ സെമിനാർ 37 ലക്ഷം രൂപയാണോ ചെലവഴിക്കുന്നത്? അത്ര വലിയ പരിപാടിയാക്കുകയാണോ? 1200-ലേറെ ആളുകൾ പങ്കെടുക്കുകയും ഇവിടെ താമസിക്കുകയും 56 സെമിനാറുകൾ നടക്കുകയും അതിനെല്ലാം മുഴുവൻ ഡോക്യുമെന്റുകൾ അവർക്കാകെ നൽകുകയും ഇവർക്ക് ഈ പരിപാടി നടത്താൻ ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിന്റെ വരവ് ചെലവെടുക്ക് വളരെ കൃത്യമായ നിലക്ക് പ്രസിദ്ധീകരിക്കും. പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വന്നതിനെ കുറിച്ച് ശ്രീ ഷാജി രാഘവൻ പറഞ്ഞു കേട്ടല്ലോ. റോഡ് പണി നടക്കാത്ത സാഹചര്യം പറഞ്ഞു കേട്ടല്ലോ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ കാര്യമായിരിക്കില്ല, പലയിടത്തായി സംഭവിക്കുന്നതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ ഏറ്റവും ഈ ഗ്രാമീണ റോഡുകൾ ഏറ്റവും ഏറെ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്ന ഒരു കൊല്ലം ഈ കൊല്ലാണ്. നിങ്ങൾക്ക് അവിടെ ബജറ്റിനകത്ത് തന്നെ വന്നിരിക്കുന്ന തുക എത്രയാ? കോടികളാണ്. പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഇത്രയേറെ പഞ്ചായത്തുകൾക്ക് ഈ അധികാര വില കൊടുത്തത് ഞങ്ങളല്ലേ. മീൻ കളിക്കാൻ എന്താ ഇപ്പം ലീഗിനും കോൺഗ്രസിനുള്ളത്? ഇന്ത്യയിൽ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടല്ലോ. എവിടെയെങ്കിലും ഉണ്ടോ തങ്ങളുടെ ഫണ്ടിന് 40% പഞ്ചായത്തുകൾ കൊടുക്കുന്നത്? ഒരു പഞ്ചായത്തിന് വേണ്ടി കണ്ണീരൊടുക്കുകയാണ്. ഇവിടെ പഞ്ചായത്തുകൾക്ക് അധികാരവും പണവും എല്ലാം കൊടുത്തത് ഞങ്ങളാണ്. അത് ഈ പറയുന്ന പഠന കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയും, ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സ്ഥലത്തും 51% ഈ സംവരണമുള്ള സ്ത്രീ പ്രസിഡന്റുമാരും അതുപോലെ ഭാരവാഹികളില്ല. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വന്നിരിക്കുന്ന വേറെ എവിടുന്നല്ല. ഈ പറയുന്ന പഠന കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളം എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ പങ്ക് ഈ കഴിഞ്ഞ 4 അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസുകൾ നിർവഹിച്ചിട്ടുണ്ട്. വരുന്ന മാറ്റം ഈ പഠന കോൺഗ്രസ് തീരുമാനിക്കും. തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റവും ഈ നിലക്കുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വെറുതെ ഇവർ പറയുന്ന പോലെ ഇപ്പോ ബി ജെ പി നടത്തുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രമാണ്, അല്ലെ RSSന്റെ ഒരു പഠന ഗവേഷണ കേന്ദ്രമാണെന്ന് കരുതുക. അവർ നടത്തുന്ന ഒരു പരിപാടി, അതിൽ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ RSSന്റെയും BJPയുടെയും ആളുകളാണെന്ന് കരുതുക. CPM ഈ വിശാല മനസ്സോടുകൂടി അതിനെ കാണുമോ? അതോ RSS അജണ്ട എന്ന് പറയുമോ? കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ തീരുമാനിച്ചപ്പോ അതിൽ പങ്കെടുക്കാൻ മത്സരിക്കുക എന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാര് എതിർക്കുന്ന ആരും കണ്ടില്ലല്ലോ. സരസ്വതി വിദ്യാലയം ആരുടെ വിദ്യാലയം? RSSന്റെ അല്ലേ. ഈ രാജ്യത്ത് എത്ര വലിയ കോടികളാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. അപ്പോ അതെല്ലാം നടക്കുമ്പോൾ മൗനം പാലിക്കും, നിങ്ങളും പാലിക്കും, കോൺഗ്രസും പാലിക്കും, ലീഗും പാലിക്കും. കാരണം അവർക്ക് സായിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നതാണ്. നിങ്ങൾക്ക് മാർക്സിസ്റ്റ് എന്തെങ്കിലും ചെയ്താൽ അത് തടയണം, അത് മുന്നോട്ട് പോകാൻ പാടില്ല. അതല്ല നിങ്ങൾക്ക് പറയുന്ന അജണ്ട. ഇന്ത്യയിൽ എത്ര സ്ഥാപനങ്ങൾക്കാണ്, സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് കേന്ദ്രം സഹായം ചെയ്യുന്നത്? കോടിക്കണക്കിന് രൂപ. എന്തെങ്കിലും പിണ്ടുന്നുണ്ടോ കേരളത്തിൽ? ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് അല്ലേ. എന്നിട്ട് ഇവിടെ നിങ്ങൾ സമ്മതിക്കോ? ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ പാർട്ടി ചെറുതാണത് വെച്ചുകൊണ്ട് നിങ്ങൾ എതിർക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നുമല്ല. പിന്നെ CPMന് ഇത്തരം ഒരു സംവിധാനം വേണ്ടിയിട്ട് പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അത് അഭിമാനം കൊള്ളുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളിൽ നിന്ന് ആരാ കോൺഗ്രസ് ഫണ്ട് ഇരിക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ലീഗുകാർ താഴെയുള്ള ലീഗുകാരിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നുണ്ടോ? സമ്പന്നരുടെ പൈസ അല്ലാതെ എന്താ പാർട്ടികളത്? ഞങ്ങളങ്ങനെ എല്ലാ കൊല്ലവും സാധാരണക്കാരുടെ കയ്യിൽ ചെന്ന് 5 രൂപ 10 രൂപ വാങ്ങിച്ച് അതിന് കണക്ക് പ്രസിദ്ധീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയായത്. പാർട്ടി ജനങ്ങളിൽ നിന്ന് പിരിച്ച ബക്കറ്റ് നടത്തിയിട്ടൊക്കെയാണ് നടത്തുന്നത്. അതിനെക്കുറിച്ചല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ പരിപാടിയിൽ സ്മൃതിക്ക്
സ്മൃതിക്ക് UDF രക്ഷിക്കാനുള്ള താല്പര്യം മലയാളിക്കെല്ലാം അറിയാം. അല്ല, ഞാൻ ഈ വിഷയമാണ് പറഞ്ഞത്. താങ്കൾ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീ എം പ്രകാശൻ. ഞാൻ ഈ വിഷയമാണ് പറഞ്ഞത്, നമ്മുടെ വിഷയമാണ് പറഞ്ഞത്. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. 50,000 വീതം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഈ സമയത്ത് ശരിയാണ്. നിങ്ങളുടെ വിഷയം ഇത്രയേ ഉള്ളൂ. മാർക്സിസ്റ്റുകാർ ചെയ്യുന്ന എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് പർവ്വത സമാനമാക്കണം. കോൺഗ്രസോ ലീഗോ ഭരിക്കുന്നവർ വിമർശിക്കപ്പെടും. ശ്രീ എം പ്രകാശൻ, ഇവിടെ UDF ഭരിക്കുമ്പോൾ UDF-നെ വിമർശിക്കും, CPM ഭരിക്കുമ്പോൾ CPM-നെ അത് സ്വാഭാവികമാണല്ലോ ശ്രീ എം പ്രകാശൻ. അത് സ്വാഭാവികമായിട്ട് എടുക്കണം. സർക്കാരിന് വേണ്ടി സംസാരിക്കുകയല്ലോ മാധ്യമങ്ങളുടെ ധർമ്മം. അല്ല, ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് വേണ്ടിയല്ലേ BJP-ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? BJP-ക്ക് വേണ്ടി എവിടെ സംസാരിച്ചു? വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകരുത് ശ്രീ എം പ്രകാശൻ. BJP-ക്ക് വേണ്ടി ഞാൻ എവിടെ സംസാരിച്ചു? BJP-ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു ഒരു വാചകം എടുത്തു പറയും. അല്ല, ഒരു വാചകം എടുത്തു പറയും. BJP-ക്ക് വേണ്ടി ഞാൻ സംസാരിച്ച ഒരു വാചകം എടുത്തു പറയും. അല്ല, കേന്ദ്രത്തിലും ഗവൺമെന്റ്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, കേന്ദ്രത്തിലും ഭരിക്കുന്ന ഗവൺമെന്റ് ആണല്ലോ. അതിപ്പോ ഞാൻ ശ്രീ ഷാജിറാത്തോട് ചോദിക്കുമല്ലോ, അത് ചോദിക്കുമല്ലോ, അത് ചോദിക്കാനാണല്ലോ പരിപാടി. എനിക്ക് 3 പേരോടും ചോദ്യങ്ങളുണ്ട് ശ്രീ എം പ്രകാശൻ. ഭരിക്കുന്നവർ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതിൽ CPM-ന് മാത്രം അതിലൊരു ഇളവ് എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. സർക്കാരിനെ പുകഴ്ത്തലല്ല മാധ്യമങ്ങളുടെ ശ്രീ ഷാജി രാഘവൻ. നിങ്ങളുടെ അരക്കഴഞ്ചെഴിഞ്ഞ് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഞങ്ങളെ കാണുന്ന പോലെ എല്ലാവരെയും കാണണം. ഇന്ത്യക്ക് ഭരിക്കുന്ന പാർട്ടിയാ BJP. അതൊക്കെ അതാത് വിഷയങ്ങളിൽ ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്ത് പോകാറുണ്ട് ശ്രീ എം പ്രകാശൻ. താങ്കൾ കാണാനിട്ടാണ്. അതൊക്കെ ജനങ്ങൾക്കറിയാം. ഒരു കണ്ണിലൂടെ കാണുന്നവരുടെ പ്രശ്നമാണ്. ഒന്ന് വിശാലമായി നോക്കൂ. എല്ലാ വിഷയങ്ങളും എടുക്കാറുണ്ടെന്നേ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.